കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിൻ്റെ കണ്ടൻറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എന്താണ് പറയുക, താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം ഇത് വലിയ ലോകകാര്യം പറയുന്ന വീഡിയോയോ അല്ലെങ്കിൽ അമേരിക്കയിൽ ട്രംപിന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന വീഡിയോയോ അല്ലെങ്കിൽ പലസ്തീനിന് ഇസ്രായേലിൽ മിസൈൽ ഇടുമോ എന്ന് പറയുന്ന വീഡിയോ ഒന്നുമല്ല. അതൊക്കെ കാണേണ്ടവർ അത് കണ്ടാൽ മതി. ഇതങ്ങനത്തെ വീഡിയോ ഒന്നുമല്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നെഗറ്റീവ് കമൻസ് പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിൽ, അതായത് അനിയന് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ, പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ട്. അതല്ല, നമ്മുടെ പ്രവീണിൻ്റെയും മൃദുലയുടെയും യൂട്യൂബ് ചാനലിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ്. അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂ തീർന്ന് ഇത്രയും നാളുകളായി, എന്നിട്ടും നെഗറ്റീവ് കമൻസിന് ഒരു കുറവുമില്ല. നമ്മൾ ആ നെഗറ്റീവ് കമൻസ് കാണുന്നുണ്ടെങ്കിലും നമ്മൾ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ കണ്ടൻ്റാണ്. അപ്പം ഹോം ടൂർ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രവീണും മൃദുലയും കൂടി ഒരു വീഡിയോ ഇട്ടതിൽ അവർ തന്നെ വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള നെഗറ്റീവ് കമൻസ്, മാനസികപരമായും ശാരീരികപരമായും ഒക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള വളരെ ഭീകരമായ നെഗറ്റീവ് കമൻസ് ഇപ്പോഴും ഇവരുടെ യൂട്യൂബ് ചാനലിന് അടിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, മൃദുലേനെ മുതലേ എന്ന് വിളിച്ചുകൊണ്ടുള്ള കമൻസ്. മുതലാന്ന് വിളിക്കുമ്പോൾ അറിയാലോ, അതായത് സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും 2 മക്കളുടെയും ഫാമിലിയിലേക്ക് ഒരു പെണ്ണ് കയറി വന്ന് ആ ഫാമിലി തകർത്തു എന്നാണ് നെഗറ്റീവ് കമൻസ് ഇടുന്നവർ പറയുന്നത്. അതുകൊണ്ടാണ് മൃദുലേനെ മുതലേന്ന് വിളിക്കുന്നത്. എന്നിട്ട് ആൾക്കാർ പറയുന്നത് ഇപ്പം മൃദുലേൻ്റെ ഫാമിലിയും കൂടി പ്രവീണിനെ ഇങ്ങ് തട്ടിയെടുത്തു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത്. അതുമാത്രമല്ല, ഇവർ പുതിയൊരു വീട് മേടിച്ച് കഴിഞ്ഞപ്പം ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർക്ക് ഭയങ്കര കുത്തിക്കഴപ്പ്. അപ്പോൾ ഇവരിപ്പോൾ ഒരു വാടക വീട്ടിലോ അല്ലെങ്കിൽ ഇത്ര സെറ്റപ്പ് ഒന്നും ഇല്ലാതെ ഒരു കുടിൽ കെട്ടി താമസിച്ചിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് കമൻസ് വരില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വീഡിയോൻ്റെ അടിയിൽ സഹതാപം കൊണ്ട് പൊതിഞ്ഞാനേ ആൾക്കാർ. ഇപ്പോൾ ഇവർ പെട്ടെന്ന് വീട് നിന്ന് ഇറങ്ങേണ്ട ഒരു സ്ഥിതി വരുന്നു. പെട്ടെന്ന് തന്നെ ഇവർക്കൊരു വീട് എടുക്കുന്നു. അത് ചെറിയ വീടൊന്നുമല്ല, അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലുള്ളൊരു വീട് എടുക്കുന്നു. 2 വണ്ടി ഇവരുടെ കയ്യിലുണ്ട്. വളരെ മാന്യമായ രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു. ഇതൊക്കെ കാണുമ്പം ഇതിനൊന്നും പറ്റാത്ത ചില ആൾക്കാരുണ്ടല്ലോ, എനിക്കിങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കും എൻ്റെ ഫാമിലിക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സ്വന്തം തോന്നുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് വെറുതെ കൊണ്ടുവന്നിട്ട് നെഗറ്റീവ് കമൻസ് തട്ടിയിടുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കിപ്പോൾ ഒരു വീടില്ല, അല്ലെങ്കിൽ കിടക്കാനൊരു സ്ഥലമില്ല, പോകാനൊരു വണ്ടിയില്ല, വളരെ ദാരിദ്ര്യം പിടിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ, ഇവർ കുറച്ച് നാൾ ജീവിച്ചത് ഈ മൃദുലേൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ആൾക്കാർ പറയുന്നത്, ഓ പെണ്ണ് കെട്ടി പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരുത്തൻ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പൈസ എല്ലാം കൂടി എടുത്തൊരു വീട് മേടിച്ച് കഴിഞ്ഞപ്പം ഇപ്പോൾ അതിനെതിരെയായി ആൾക്കാരുടെ കമൻറ്റുകൾ. ഇതേപോലെ തന്നെ മറ്റവരുടെ വീഡിയോ, അതായത് പ്രണവ് കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ അടിയിലും വരുന്ന കമൻറ്റുകൾ കുറേയൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കുറേ കമൻറ്റുകൾ. അതായത് സ്വന്തം ചേട്ടനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി, അല്ലെങ്കിൽ സ്വന്തം ചേട്ടനെയും ഭാര്യനെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന കുറേ നെഗറ്റീവ് കമൻറ്റ്സ് അവിടെയും വരും, കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഇവിടെയും വരും. എനിക്ക് തോന്നുന്നത് ഒരേ ആൾക്കാരാണ് അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാതെ ഈ ഫാൻസ് എന്ന് പറയുന്നവരൊന്നും, അല്ലെങ്കിൽ കുറേ അന്തം ഫാൻസ് ആയിരിക്കും കേട്ടോ. ജലദോഷം അതാണ്. കുറേ അന്തം ഫാൻസ് ഉണ്ടാവും കേട്ടോ. അവരായിരിക്കും ഇത്തരത്തിലുള്ള പരിപാടി കാണിക്കുന്നത്. ഇവിടെയും വന്ന് നെഗറ്റീവ്, അവിടെയും വന്ന് നെഗറ്റീവ്. ഇവർ 2 പേരും ഇവരുടെ വീഡിയോസിൽ പരസ്പരം ആരെയെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശിക്കാതെ സ്വന്തം കാര്യം നോക്കി വീഡിയോ ഇട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളും എന്തിനാണിത് പരസ്പരം വീണ്ടും തമ്മിൽ തല്ലിക്കാനുള്ള പരിപാടിയാണ് അറിയത്തില്ല. കുറേ കാര്യങ്ങൾക്ക് ഇവരൊക്കെ എന്തായാലും ഒന്നിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എത്ര പറഞ്ഞാലും 10-25 വർഷം മകനെ നോക്കിയ അച്ഛനും അമ്മയാണ്, അല്ലെങ്കിൽ ഈ മകനുണ്ടായിരുന്നത് ആ അച്ഛൻ്റെ അമ്മേൻ്റെയും ആ സഹോദരൻ്റെയും ഒക്കെ കൂടെയാണ്. അപ്പം ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവരൊന്നിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോഴും ഇതിനടി വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന കുറേ പേരുണ്ടാവും. ഇവർ നാണം കെട്ടവരാണ്, ഇപ്പോൾ ഒന്നിച്ചേക്കെന്ന് കണ്ടില്ല, ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് ഇവനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അന്നും വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരെ നമുക്ക് എന്താ ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ സംസ്കാരമാണ്, അവരുടെ പാരമ്പര്യമാണ്.
അതവരിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുമ്പം നല്ല റീച്ച് കിട്ടും കേട്ടോ. റീച്ച് കിട്ടാതിരിക്കൊന്നുമില്ല, ഭയങ്കരമായ രീതിയിൽ റീച്ച് കിട്ടും. എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വരുന്നത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എന്താണെന്ന് അറിയാതെ വന്ന കമൻറ്റ്സ് ഇടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ്സ് ഇടുക, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ. ഇനി ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ കാണണ്ട. അതാണ് നേരത്തെ ആദ്യമേ പറഞ്ഞത്, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണെന്നുള്ള കാര്യം. അപ്പം മൃദുലേനെ സംബന്ധിച്ചും പ്രവീണിനെ സംബന്ധിച്ചും മൃദുലേൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചൊക്കെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരിക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. അതിനിപ്പം പ്രവീണിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചാണെങ്കിൽ, പ്രണവാണെങ്കിലും അവരുടെ അച്ഛനാണെങ്കിലും അവരുടെ അമ്മയാണെങ്കിലും അവരെ സംബന്ധിച്ചും ഇത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം പ്രവീണിൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പ്രവീണിൻ്റെ അമ്മേനെ വിഷ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട്. ഇപ്പം മദേഴ്സ് ഡേ വരുമ്പം അമ്മേൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആക്കി ഇടുന്നതോ സ്റ്റോറി ആക്കി ഇടുന്നതോ ഒന്നും അല്ല അമ്മേനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അമ്മേൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ അമ്മയ്ക്ക് 2 കേക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം മാത്രം അമ്മേനോട് സ്നേഹം കാണിക്കുന്നതൊന്നുമല്ല അമ്മേനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അത് കമൻ്റ് ഇടുന്നവർക്കും അറിയാം, എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ എന്ന് വിചാരിച്ചിടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ കാര്യത്തിൽ. ഫാദേഴ്സ് ഡേ വരുമ്പോഴത്തേനും ഒരു ഫോട്ടോ എടുത്തിട്ട് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് 2 ലവ് ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ അച്ഛനോട് ഭയങ്കര സ്നേഹം അവർക്കുണ്ടെന്നല്ല അർത്ഥം. ഒരു ആപത്ത് ഘട്ടം വരുമ്പം എന്താ പറയുക, ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ ആരാണോ കൂടെ നിൽക്കുന്നത് അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളും യഥാർത്ഥ സ്നേഹിതന്മാരും. പിന്നെ പ്രശ്നങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരുടെയും വീട്ടിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് പ്രശ്നം കാണും. ഇവർ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടും യൂട്യൂബിൽ ഇത്രത്തോളം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ടും ഇത് പുറത്തേക്ക് എത്തി എന്ന് മാത്രമേ ഉള്ളൂ. പലരുടെ വീട്ടിലും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും, കുടുംബമല്ലേ, പ്രശ്നം ഉറപ്പായിട്ടും ഉണ്ടാകും. വളർന്നു വരുന്തോറും പലരുടെയും ചിന്താഗതികൾ വേറെ ആയിരിക്കും, ഐഡിയാസ് വേറെ ആയിരിക്കും, ഐഡിയോളജി വേറെ ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇവരൊരു സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഇത് വലിയ വാർത്തയായി. ഇപ്പം ഡൈവേഴ്സ് ആകുന്ന എത്രയോ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. പക്ഷേ സെലിബ്രിറ്റികൾ ഡൈവേഴ്സ് ആവുന്നതല്ലേ ഇവിടെ ആഘോഷിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരൊക്കെ ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് ഇവരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും ആൾക്കാരെ അറിയിക്കണം എന്നുള്ളൊരവസ്ഥയാണ് അവർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണ് ഇതൊക്കെ ആയത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഇവരുടെ വീട്ടിൽ മാത്രം നടക്കുന്നൊരു പ്രശ്നമൊന്നും അല്ല ഇത്. കുറച്ച് കഴിയുമ്പോൾ ഇവരും ഒന്നിക്കും, എല്ലാവരും ഒന്നിക്കും. അപ്പോഴും നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ, നേരത്തെ പറഞ്ഞതുപോലെ അപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ അതിട്ടുകൊണ്ട് തന്നെ ഇരിക്കും.